ഇന്നിപ്പോൾ രാജ്യതലസ്ഥാനത്തേക്ക് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ്. കാരണം ഇന്നവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചരണം അവസാനിക്കുന്ന ദിവസം കൂടിയാണ്. ഏതായാലും രാജ്യതലസ്ഥാനം തെരഞ്ഞെടുപ്പിന്റെ വലിയ ചൂടിൽ നിൽക്കുകയാണ്. ഈ കനത്ത മഞ്ഞിനിടയിലും എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നതെന്നറിയാൻ വലിയ കൗതുകമുണ്ട്. ആം ആദ്മി പാർട്ടി തുടർച്ചയായി മൂന്നാം തവണയും അധികാരം നിലനിർത്തുമോ എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ബി.ജെ.പിക്ക് ഒരു തിരിച്ചുവരവിന് സാധ്യതയുണ്ട് എന്ന ചോദ്യം. കോൺഗ്രസിന് എവിടെയെങ്കിലും ഒരു പിടിവള്ളി കിട്ടുമോ എന്ന ഒരു രാഷ്ട്രീയ ചോദ്യം. അങ്ങനെ ഈ മൂന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ദില്ലി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുൻപിലുള്ളത്. വലിയ വാക്പോരുകൾ കണ്ടു, പരസ്പരമുള്ള നേതാക്കളുടെ ചെളിവാരി എറിയലുകൾ കണ്ടു. അവിടെ സത്യത്തിൽ അത്ഭുതപ്പെടുത്തിയത് കോൺഗ്രസിന്റെ സമീപനമായിരുന്നു. ബി.ജെ.പിയെ വിമർശിക്കുന്നതിനേക്കാൾ കൂടുതൽ ശക്തമായിട്ട് അവിടെ ആം ആദ്മി പാർട്ടിയെ വിമർശിക്കാൻ, അരവിന്ദ് കെജ്രിവാളിനെ വിമർശിക്കാൻ കോൺഗ്രസ് നേതാക്കൾ, രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ സമയം കണ്ടെത്തി എന്നതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവരെല്ലാവരും ഒരുമിച്ച് ഇന്ത്യ സഖ്യം എന്ന പേരിൽ മത്സരിച്ചവരാണ്. അവരാണിപ്പോൾ അവിടെ പരസ്പരം എതിരെതിരിഞ്ഞ് മത്സരിക്കുന്നത്. ഇവിടെ ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട പാർട്ടി എന്ന നിലയിൽ കൂടെ നിൽക്കുന്ന ആളുകളുടെ വിശ്വാസ്യത ഉറപ്പാക്കാൻ, അല്ലെങ്കിൽ അവരെ വിശ്വാസത്തിലെടുക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്ന വിമർശനം പല ഘട്ടങ്ങളിൽ കേട്ടിരുന്നു. അതുകൊണ്ടാണ് ആ സഖ്യത്തിൽ ഭിന്നതകൾ ഉണ്ടാകുന്നത് എന്ന് കേട്ടിരുന്നു. കോൺഗ്രസിന്റെ ഈ അധികാര മോഹം, അവരുടെ പണ്ടുകാലത്ത് ഞങ്ങൾ വലിയ പാർട്ടിയായിരുന്നു എന്ന തഴമ്പിൽ നിൽക്കുന്ന അഹങ്കാരം, ഇതൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇന്ത്യ മുന്നണിയിൽ സൃഷ്ടിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന വിമർശനങ്ങൾ കേട്ടിരുന്നു. അതേ സാഹചര്യത്തിൽ ദില്ലിയിൽ പരസ്പരം വേറിട്ട് പോരാടുന്ന തലത്തിലേക്ക് ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ എത്തി നിൽക്കുന്നത് കാണാൻ കഴിഞ്ഞു. ആത്യന്തികമായി ഇത് ബി.ജെ.പിക്ക് ഗുണം ചെയ്യുമോ എന്ന ഒരു വലിയ ചോദ്യം നിൽക്കുകയാണ് പ്രതിപക്ഷത്തിന് മുന്നിൽ. സിബി ചേരുകയാണ് ദില്ലിയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി. നോക്കാം എന്താണ് ദില്ലിയിലെ തെരഞ്ഞെടുപ്പ് ചൂടെന്ന്. സിബി, ഗുഡ് മോർണിംഗ്. മനു, ഗുഡ് മോർണിംഗ്. ഈ തണുപ്പൊക്കെ മാറിയോ? തണുപ്പ് മാറി വരുന്നു. എന്നാലും ഒരു വലിയ തണുപ്പ് മാറിയിട്ടുണ്ട്, ഒരു എക്സ്ട്രീം തണുപ്പ് മാറിയിട്ടുണ്ട്. എങ്കിലും തണുപ്പുണ്ട്. നമ്മൾ ഫുൾ ജാക്കറ്റിൽ നിന്ന് ഹാഫ് ജാക്കറ്റിലേക്ക് മാറിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഏതായാലും ആ തണുപ്പിനെ വെല്ലുന്ന ചൂടാണല്ലോ, തെരഞ്ഞെടുപ്പ് ചൂടാണല്ലോ മുന്നിൽ നിൽക്കുന്നത്. ഇന്ന് പരസ്യപ്രചരണത്തിന് അവസാനമാകുന്ന ദിവസമാണ്. എന്താണ് ദില്ലിയുടെ സാധ്യതകൾ? ത്രികോണ മത്സരം എന്ന് പറയുമ്പോഴും കോൺഗ്രസ് ഒരുപാട് പിന്നിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആം ആദ്മിയും ബി.ജെ.പിയും തമ്മിലാണ് പ്രധാനപ്പെട്ട പോരാട്ടം. മൂന്നാം തവണയും കെജ്രിവാൾ അധികാരം നിലനിർത്തുമോ? ബി.ജെ.പി തിരിച്ചു വരുമോ? ഒരു പിടിവള്ളി കോൺഗ്രസിന് കിട്ടുമോ? ഇതൊക്കെയാണല്ലോ ഇപ്പോൾ ദില്ലിയുടെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങൾ. മനു, എന്തായാലും കൃത്യമായൊരു പ്രവചനം നടത്താൻ കഴിയില്ല. എങ്കിൽ പോലും ആം ആദ്മി പാർട്ടിയും ബി.ജെ.പിയും തമ്മിൽ നേർക്കുനേറിൽ പോരാട്ടം പോലെയാണ് ഇപ്പോൾ അവസാന നിമിഷമാകുമ്പോൾ കളം നിറയ്ക്കുന്നത്. ഒരു ത്രികോണ മത്സരം എന്ന് പറയുമ്പോഴും കോൺഗ്രസ് അത്ര വലിയൊരു കോൺഗ്രസിന് അപ്രസക്തമാവുന്നൊരു കാഴ്ച കൂടി കാണുന്നുണ്ട്. കാരണം കോൺഗ്രസിൻ്റെ ദില്ലിയിലെ പ്രധാനപ്പെട്ട ശത്രു എന്ന് പറയുന്നത് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയാണെന്ന് തോന്നുന്ന രീതിയിലുള്ള ക്യാമ്പയിനൊക്കെയാണ് കോൺഗ്രസ് നടത്തുന്നത്. അരവിന്ദ് കെജ്രിവാളിനെതിരെ രൂക്ഷമായി വിമർശനം ഉന്നയിക്കാനാണ് കോൺഗ്രസിൻ്റെ ഓരോ റാലിയും രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ പോലും ശ്രമിക്കുന്നതെന്നുള്ളതും ദൗർഭാഗ്യകരമാണ്. എന്തായാലും ഇവിടെ ബി.ജെ.പി ഏത് വിധേനയും ഇത്തവണ തിരിച്ചു വരണം എന്നുള്ള ഒരു വലിയ പദ്ധതിയിലും പ്ലാനിലുമൊക്കെയാണ്. ഓപ്പറേഷൻ താമര അടക്കമെല്ലാം നിലയും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ബി.ജെ.പി സ്വീകരിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ തവണ ഈ തവണ ടിക്കറ്റ് ലഭിക്കാത്ത, അല്ലെങ്കിൽ സീറ്റ് ലഭിക്കാത്ത 8 AAP MLA-മാരാണ് ബി.ജെ.പി അടർത്തിയെടുത്തത് അവസാന നിമിഷം. കൂടാതെ ചില കൗൺസിലർമാരടക്കം എല്ലാം നിലയും ബി.ജെ.പി കൊണ്ടുപോവുകയും ചെയ്തു. ഇതെല്ലാം നിലയും ആം ആദ്മി പാർട്ടിക്ക് ചെറിയൊരു തിരിച്ചടി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും വലിയ ശക്തമായ ഒരു പോരാട്ടം തന്നെയാണ് ഈ കഴിഞ്ഞ 2-3 മാസമായി ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ നരേന്ദ്രമോദിയുടെ പ്രചരണ റാലി ഉണ്ടായിരുന്നു. ഈ പ്രചരണ റാലി നമുക്കറിയാം, ബജറ്റിൽ മിഡിൽ ക്ലാസ്സിന് ഈ ഒരു 12 ലക്ഷം രൂപ വാർഷിക വരുമാനം വരെ ആദായ നികുതി ഇല്ലാത്തതൊക്കെ എല്ലാം നിലയും വളരെ വലിയ പ്രചരണ ആയുധമാക്കാനെല്ലാം നിലയും ഇന്നലെ നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിലുടനീളം ശ്രദ്ധിച്ചു. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ ജീവനക്കാരൊക്കെ ഏറ്റവും അധികമുള്ള ഒരു സംസ്ഥാനവും ഒരു തലസ്ഥാന നഗരി എന്ന രീതിയിൽ ഒരു മിഡിൽ ക്ലാസ്സിനെ ലക്ഷ്യമിട്ടുള്ള ബജറ്റ് പ്രഖ്യാപനമൊക്കെ എല്ലാത്തിനെയും വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണ ആയുധമാക്കി ബി.ജെ.പി മാറ്റിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ ഒരു അവസാന നിമിഷം. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ 2-3 മാസമായി ദില്ലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ യമുന നദിയിലെ വിഷമാലിന്യവും കുടിവെള്ള പ്രശ്നമൊക്കെ തന്നെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. പ്രത്യേകിച്ച് ഈ കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ടും യമുനയിലെ വിഷമാലിന്യവുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെയും അരവിന്ദ് കെജ്രിവാളും ഹരിയാന ബി.ജെ.പി ഭരിക്കുന്ന ഹരിയാനയിലെ മുഖ്യമന്ത്രിയും നരേന്ദ്രമോദിയെല്ലാം തന്നെയും നേരിട്ട് കൊമ്പ് കോർക്കുന്ന സ്ഥിതി ഉണ്ടായി. തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് പരാതിയുമായി എത്തി. പിന്നീട് യമുന നദിയിലെ
ദില്ലിയിലെ ഈ ഒരു വിഷമാലിന്യം കടന്ന വെള്ളം ഈ ഹരിയാന മുഖ്യമന്ത്രി എടുത്ത് കുടിക്കുന്ന വാർത്തകൾ പുറത്തു വന്നു. പിന്നീട് അരവിന്ദ് കെജ്രിവാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഈ വെള്ളം കുടിക്കുമ്പോൾ എന്ന് വെല്ലുവിളിച്ചു. അങ്ങനെ എല്ലാ നിലയും പരസ്പരം വെല്ലുവിളികളും എല്ലാ നിലയും നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം കൂടിയായിരുന്നു. മറ്റൊന്ന് സൗജന്യങ്ങൾ. ഈ വാഗ്ദാനങ്ങൾ വാരിക്കൊരിയുന്നതിൽ ഓരോ മുന്നണികളും മത്സരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. 3ഉം 4ഉം ഘട്ടമായിട്ടാണ് ഈ ഒരു മാനിഫെസ്റ്റോ ഇലക്ഷൻ പ്രകടന പത്രികയൊക്കെ എല്ലാം തന്നെയും ആം ആദ്മിയും BJPയും കോൺഗ്രസും എല്ലാം തന്നെയും പുറത്തിറക്കിയത്. കോൺഗ്രസ് ഒരു സ്ത്രീകൾക്ക് 2000 രൂപ നൽകിയാൽ അത് പിന്നീട് ആം ആദ്മി പാർട്ടി അത് 2500 ആക്കും. അത് മോദി പിന്നെ 3000 ആക്കും. അങ്ങനെ ഈ സൗജന്യങ്ങൾ വാരിക്കൊരിയാൻ വേണ്ടി എല്ലാം തന്നെയും വളരെ വലിയ രീതിയിൽ മത്സരിക്കുന്ന ഒരു കാഴ്ച കൂടി കണ്ടു. എന്തായാലും സൗജന്യ കുടിവെള്ളം, സൗജന്യ വൈദ്യുതി, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, കുട്ടികൾക്കും സൗജന്യ യാത്ര, അങ്ങനെ നിരവധി മെട്രോയിൽ വിദ്യാർത്ഥികൾക്ക് പകുതി നിരക്ക്, അങ്ങനെയെല്ലാം തന്നെയും നിരവധി സൗജന്യങ്ങൾ ഓരോ മുന്നണിയിലും വാരിക്കോരി വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് ഇനിയിപ്പോൾ മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് ദില്ലി എത്തുകയാണ്. നിരവധി പരാതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് ആം ആദ്മി പാർട്ടിക്കെതിരെ ദില്ലി മദ്യനയ കേസെല്ലാം തന്നെ വലിയ പ്രചരണ ആയുധമാക്കി നരേന്ദ്രമോദി മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഇന്നും ഈ ദേശീയ നേതാക്കളെല്ലാം തന്നെയും എല്ലായിടത്തും വലിയ രീതിയിൽ ഒരു കാടിളക്കിയുള്ള പ്രചരണമായിരിക്കും ഇന്നും നടക്കാൻ പോകുന്നത്. ഇന്നിപ്പോൾ വൈകിട്ട് 6 മണിയോടെ, വൈകിട്ട് 5 മണിയോടെ പരസ്യ പ്രചരണം അവസാനിക്കുകയാണ്. മറ്റന്നാൾ ദില്ലിയിലെ ജനത പോളിംഗ് ബൂത്തിലേക്ക് എത്തും. എന്തായാലും ഒരു തുടർ ഭരണമാണോ ആം ആദ്മി പാർട്ടിക്ക് ലഭിക്കുക, അതല്ലെങ്കിൽ ഒരു ഭരണം മാറി BJP അധികാരത്തിൽ വരുമോ എന്നെല്ലാം തന്നെയും നമുക്കൊരു സസ്പെൻസായി നിൽക്കുകയാണ്. 8-ാം തീയതി ഈ തെരഞ്ഞെടുപ്പ് ഫലം അറിയാൻ കഴിയും. ഇതിൽ ഏറ്റവും മനു പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഒരു നിലപാട്, കോൺഗ്രസ് തീർത്തും അപ്രസക്തമാവുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണം കൂടിയാണെന്ന് പറയേണ്ടി വരും. നമുക്കറിയാം ഈ ആം ആദ്മി പാർട്ടി കാലം കോൺഗ്രസ് ഭരിച്ച ഷീലാ ദീക്ഷിതൊക്കെ മുഖ്യമന്ത്രിയായിരുന്ന സംസ്ഥാനം കൂടിയാണ്. പക്ഷേ ഇവിടെ കോൺഗ്രസ്സിന് ഒരു MLA പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എല്ലാം തന്നെയും ഒരുമിച്ച് മത്സരിച്ചെങ്കിൽ പോലും വിജയം നേടാനായിട്ടില്ല. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു ഈ കളത്തിൽ തന്നെ ഇല്ല എന്ന് പറയേണ്ടി വരും. ആം ആദ്മി പാർട്ടിയും BJPയും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമായി മാറിയിരിക്കുകയാണ് ഈ അവസാന ലാപ്പിൽ ഈ ദില്ലിയിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. മനു. ഓക്കെ, താങ്ക് യു CB. ഏതായാലും നമുക്ക് നോക്കാം. ഇന്ന് പരസ്യ പ്രചരണം അവസാനിക്കാൻ വേണ്ടി പോകുന്നു. അടുത്ത ദിവസം ബൂത്തിലേക്ക് എത്തുകയാണ് ദില്ലി. ഏതായാലും രാജ്യതലസ്ഥാനം ബൂത്തിലേക്ക് പോകുമ്പോൾ 6 ജനമനസ്സുകളിൽ ഇടം പിടിക്കുമെന്നാണ് ഇനി അറിയാനുള്ളത്. ചൂലുപയോഗിച്ച് എല്ലാവരെയും അടിച്ചു പുറത്താക്കിയ അരവിന്ദ് കെജ്രിവാളും സംഘവും വീണ്ടും അതേ രീതിയിൽ അധികാരത്തിലേക്ക് വരുമോ? മൃഗീയ ഭൂരിപക്ഷമായിരുന്നു കാണാൻ കഴിഞ്ഞ. ആദ്യ തവണ 67 കിട്ടി, പിന്നീട് 62 സീറ്റുണ്ട് ഇപ്പോൾ നിലവിൽ. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു 7 MLA മാർ രാജിവെച്ച് BJPയിൽ ചേർന്നതൊക്കെ ഉണ്ട് കെജ്രിവാളിൻ്റെയും സംഘത്തിൻ്റെയും മുൻപിൽ. പക്ഷേ അവർ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ഭരണ നേട്ടങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട്, ജനങ്ങൾക്ക് നൽകിയ ഒരുപാട് കൊണ്ടുവന്ന മാറ്റങ്ങളൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. മറുവശത്ത് BJPയെ സംബന്ധിച്ച് ക്രമസമാധാന വീഴ്ചയടക്കമുള്ള കാര്യങ്ങൾ, യമുന നദിയിലെ പ്രശ്നങ്ങൾ, ഇതൊക്കെ അവരെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി തന്നെയാണ്. കാരണം അരവിന്ദ് കെജ്രിവാളിനെയും സംഘത്തെയും ജയിലിലടച്ചതൊക്കെ ഏത് രീതിയിൽ ദില്ലിയിലെ ജനങ്ങൾ കണക്കിലെടുത്തിട്ടുണ്ട് എന്നതിനൊക്കെയുള്ള ഉത്തരമായിരിക്കും ഈ 7-ാം തീയതി അല്ലെങ്കിൽ 8-ാം തീയതി ഈ പെട്ടി പൊട്ടിക്കുമ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരിക. കോൺഗ്രസിൻ്റെ നിലപാട് ആത്യന്തികമായി ആരെ സഹായിക്കുമെന്നതും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. മതേതര വോട്ടുകളൊക്കെ ഭിന്നിപ്പിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷേ BJPക്ക് അനുകൂലമായി കാര്യങ്ങൾ പോകുമോ എന്ന സംശയം പ്രകടിപ്പിക്കുന്ന ആളുകളും ഇല്ലാതില്ല. എങ്കിലും നമുക്ക് നോക്കാം എന്താണ് ദില്ലി മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്നതെന്ന്, രാജ്യത്തിൻ്റെ തലസ്ഥാനം മനസ്സിൽ ഒരുക്കി വച്ചിരിക്കുന്നതാണെന്ന് അറിയാൻ നമുക്ക് 8-ാം തീയതി വരെ കാത്തിരിക്കാം. പരസ്യ പ്രചരണം ഇന്ന് അവസാനിക്കുന്നു. വിവരങ്ങളാണ് CP നൽകിയത്.